ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. നമ്മൾ ഈ Q&Aയിൽ മെയിനായിട്ട് ഇന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. രണ്ടാമത്, നമ്മൾ സൺസ്ക്രീനിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എപ്പോഴും വരുന്ന ചോദ്യം, ഞാൻ 30 ഉള്ളത് വേണോ 50 ഉള്ളത് വേണോ യൂസ് ചെയ്യേണ്ടത്, PA ഒക്കെ ഉള്ളത് എത്ര എണ്ണം വേണം, എങ്ങനെയാണ് ഇത് നോക്കിയിട്ട് സൺസ്ക്രീൻ പിക്ക് ചെയ്യുന്നതെന്നുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത്, ഞാൻ ഇത് ഒരു സ്കിൻ കെയർ ചെയ്യാതിരുന്നപ്പോഴും എന്റെ ഫേസിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് കുരു വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ മോണ്ടല്ലായി തുടങ്ങിയത്. ഈ 3 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ഈ വീക്ക് പിക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം. കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നമ്മുടെ ബോഡിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒരു ട്രൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് ഇത് രണ്ടും നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ തടയുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ സ്കിൻ ബോഡിയിൽ ബോഡി അല്ലെങ്കിൽ സെല്ലിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലാനോസൈറ്റ്സുകളാണ്. ഈ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലിന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നിങ്ങൾ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടി തുടങ്ങുക എന്ന് പറയുന്നത് ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എത്തിയിട്ടാണ്. ഈ എൻസൈമിന്റെ മെസ്സേജ് നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു മെലാനിൻ ഓവർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. മെലാനോസൈറ്റ്സിന് ആ ഒരു സിഗ്നൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിഗ്നൽ തടയാനായിട്ട് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്, ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കും. അപ്പൊ അതാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് നാച്ചുറലി നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും? അതില്ല, അതൊരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. എക്സസീവ് ആയിട്ട് മെലാനിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈറോസിനേസ് എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്തിട്ട് മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സസീവ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ട് ഉപയോഗമുള്ളൂ. നാച്ചുറൽ സ്കിൻ കളറിന് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി ഇപ്പൊ നിങ്ങൾ കോജിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഏതൊരു ബ്രാൻഡിന്റെ കോജിക് ആസിഡ് എടുത്താലും, ഡെർമക്കോ ആയാലും, അതിലിപ്പോ ഏറ്റവും കൂടുതൽ കോജിക് ആസിഡ് വേരിയന്റ് ഉള്ളത് ഡെർമക്കോയിലാണ്. മൂന്നെണ്ണമായിട്ടുണ്ട്. ഒന്ന് സെറത്തിന്റെ ഫോമില്, ഒന്നൊരു ജെല്ലിന്റെ ഫോമില്, പിന്നെ ഒന്ന് ഒരു സെറം, ജെല്ല്, പിന്നെ ഒരു മോയ്സ്ചറൈസർ, ക്രീം ടൈപ്സ്, മോയ്സ്ചറൈസറിലെ ക്രീം ടൈപ്പ്, ഇങ്ങനെ 3 ഫോമിലാണ് ഉള്ളത്. 2% ഒരു സെറവും ഒരു ക്രീമും 2%, ജെല്ല് 3%ാണ് ഡെർമക്കോയിൽ വരുന്നത്. ഡോക്ടർ ഷെയ്ത്തിൽ സ്പോട്ട് കറക്ഷൻ ആയിട്ട് വരുന്നത് 2% ആണ്. കേസർ ഇത് കോജിക് ആസിഡ്. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഡെർമക്കോയിലും ഡോക്ടർ ഷെയ്ത്തിലൊക്കെയാണ് കോജിക് ആസിഡ് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ കൂടുതലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ഇത് ഇത്രയാണ്, അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറഞ്ഞത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിന്റെ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ഒരു യൂസ് എങ്ങനെയാന്ന് നിങ്ങൾ ബ്രാൻഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 2% ഉള്ളത് നമ്മൾ ബേസിക്കലി 2 നേരം യൂസ് ചെയ്യാൻ പറയും. 3% വരുന്നത് ഡെയിലി ഒരു സമയം മാത്രം യൂസ് ചെയ്യും, പ്രിഫറബിളി നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറയും. അത് ആ കോൺസെൻട്രേഷൻ വേരിയന്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് കോജിക് ആസിഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ഒരിക്കലും സൺ സെൻസിറ്റീവ് ആവാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, കോജിക് ആസിഡ് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യത്തില്ല. അതായത് നമ്മുടെ സ്കിന്നിൽ ഔട്ടർ ലെയറിലെ ഡെഡ് സ്കിൻ ലെയർ, അതൊരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് കോജിക് ആസിഡ് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റുമില്ല. അപ്പൊ കോജിക് ആസിഡ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ കോജിക് ആസിഡ് യൂസ് ചെയ്തുകൂടാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ ലാക്ടേറ്റിംഗ് ആണെങ്കിലും പ്രഗ്നന്റ് ആണെങ്കിലും മാക്സിമം കോജിക് ആസിഡും അതുപോലെ ആൽഫ ആർബിറ്റിനും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസിലിക് ആസിഡ്. അപ്പോൾ അത്ര മനസ്സിലായി. ഇനി ഗ്ലൈക്കോളിക് ആസിഡിലോട്ട് പോകുമ്പോൾ, ഗ്ലൈക്കോളിക് ആസിഡ് ബേസിക്കലി ഒരു AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതുകൂടാതെ ഒരു AHAയിൽ വരുന്ന സാധനമാണ്. അതായത് ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ നമ്മൾ ഔട്ടർ ലെയറിന് ഔട്ടർ ലെയറിന് ഇത് ഔട്ടർ നമ്മുടെ ഡെഡ് സ്കിൻ ലെയറിൽ ഇതിനെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഗ്ലൈക്കോളിക് ആസിഡ് പറ്റും. അപ്പോൾ ബേസിക്കലി അത് മാത്രമല്ലാണ്ട് ഇത് നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് ചെന്നിട്ട് മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഗ്ലൈക്കോളിക് ആസിഡ് പറ്റും. അതുകൊണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടിയും ടാനിങ് റിമൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ഒരു സംശയം വരുന്നതാണ്, ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും എന്നുള്ളത്. ഗ്ലൈക്കോളിക് ആസിഡ് ബേസിക്കലി നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കത്തില്ല. ഞാൻ നേരത്തെ പറയുന്ന പോലെ ഡെഡ് സ്കിൻ റിമൂവ് ആക്കത്തേ ഉള്ളൂ. നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കുന്നതെന്ന് വെച്ചാൽ BHA ആണ്, അതായത് സാലിസിലിക് ആസിഡ് പോലെയുള്ള ആസിഡ്സ് ആണ്. ഇത് നമ്മുടെ പോസ്റ്റിൽ ചെന്ന് സെബേഷ്യസ് ഗ്ലാൻഡിലൊക്കെ വെച്ച് വർക്ക് ചെയ്തിട്ട്
ചെയ്തിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, നമ്മൾ പോസ് ഒന്ന് ക്ലെൻസ് ആക്കുകയും ചെയ്യും. അപ്പോൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒന്നും മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് പറ്റത്തില്ല, പക്ഷെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ കോൺസെൻട്രേഷനിലോട്ട് പോയാൽ നമ്മൾ മെയിൻ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് 6%ഉം 7% ആണ് കിട്ടുന്നത്. അത് ക്രീമിന്റെ ഫോമിലുണ്ട്, പിന്നെ ടോണറിന്റെ ഫോമിലും കിട്ടും, പിന്നെ സെറത്തിന്റെ ഫോമിലും കിട്ടും. ഈ സെറത്തിന്റെ ഫോമിൽ നമ്മുടെ ലോറിയൽ പാരൻസ് ഇറക്കുന്ന സാധനം ഒരു 1% കോൺസെൻട്രേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾ 6% എബോ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് നമ്മുടെ എക്സ്ഫോളിയേഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഔട്ടർ ലെയർ കളയല്ലേ. അപ്പൊ നമ്മൾ മോർണിംഗിലൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ചിലപ്പോൾ പെട്ടെന്ന് ടാൻ ആവാനും ബേൺ ആവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്തിട്ട് പിറ്റേന്ന് മോർണിംഗിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുകയും വേണം. പിന്നെ പ്രഗ്നൻസി സേഫ് ആണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് 6%-ന് താഴെയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ പറയും പ്രഗ്നൻസി സമയത്ത് ഏറ്റവും സേഫ് ലാക്റ്റിക് ആസിഡ്, ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത്. അപ്പൊ കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ആസിഡ് ആണെന്ന് മനസ്സിലായി, എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് ആസിഡ് ആണെന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കോജിക് ആസിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കോജിക് ആസിഡ് യൂസ് ചെയ്യാം. വീക്കിലി വൺസോ ടോയ്സോ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ഫോളിയേഷനോ അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ അറിയുകയും ചെയ്യും. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇനിയും ക്ലിയർ ആയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് പിന്നെ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൺസ്ക്രീനെ പറ്റിയിട്ട്. സൺസ്ക്രീനെ പറ്റിയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. SPF-ഉം PA-യുടെ കാര്യവുമാണ് പറയുന്നത് നമ്മൾ ബേസിക്കലി ഇതിനകത്ത്. SPF എന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ, PA എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് UVA റേസ്, അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ സണ്ണിൽ റേസിൽ നിന്ന് രണ്ടായിട്ടുള്ള ഹാർംഫുൾ റേസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, UVA-യും UVB-യും. ഇതിൽ UVB നമുക്ക് സ്കിന്നിൽ ബേൺ ഉണ്ടാക്കുമ്പോൾ UVA ടാനിങ് ആണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സൺസ്ക്രീൻ ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ തരത്തില്ല. അതായത് സൺബ്ലോക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനം ബേസിക്കലി സൺസ്ക്രീൻ തന്നെയാണ്. മാത്രമല്ല ഒരു ബ്ലോക്ക് ഒരിക്കലും നമുക്ക് സൺസ്ക്രീൻ ചെയ്യത്തില്ല, പ്രൊട്ടക്ഷൻ ചെയ്യും 98% വരെ. അത് മാത്രമല്ല നമുക്കിപ്പോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ബേൺ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പിന്നെ ചിലപ്പോൾ PA-യുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഫാക്ടറിയിലാണ് നമുക്ക് ആ ടാനിങ് വീണ്ടും വരുന്നത്. അപ്പം സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് രണ്ടു കാര്യം എന്ന് വെച്ചാൽ ബേണിംഗ് ഉണ്ടാവത്തില്ല, ടാനിങ് ഉണ്ടാവത്തില്ല, പിന്നെ കുറച്ചൊക്കെ ടാനിങ് ഉണ്ടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് വിറ്റാമിൻ D ഡെഫിഷ്യൻസി വരൂ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുമ്പോൾ നിങ്ങൾ എന്നെ നലിച്ചു. നമ്മൾ സൺസ്ക്രീൻ ബേസിക്കലി ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിറ്റാമിൻ D ഡെഫിഷ്യൻസി വരുന്നതെന്ന് വെച്ചാൽ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ റീസൺ നമ്മുടെ ഫേസിൽ മാത്രമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതും പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലെ ഉണ്ടാവും. 2 ഫിംഗർ റൂൾ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവും? കുറച്ചൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. മാത്രമല്ല നിങ്ങൾ ബോഡി സൺസ്ക്രീൻ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? ഇല്ലല്ലോ. ആകെ ഈ ഒരു ഇത്ര ഫേസിലുള്ളിൽ സൺസ്ക്രീൻ ഇടുന്നുള്ളൂ, ബാക്കി ശരീരം മൊത്തം എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയല്ലേ, സണ്ണിന് കയറൂലേ. അത് മാത്രമല്ല നമ്മൾ സൺസ്ക്രീനേക്കാളും ഒരു പ്രൊട്ടക്ഷൻ ബോഡിക്ക് ഫുൾ ഇട്ടുകൊണ്ട് എടുക്കില്ലേ നമ്മുടെ ഡ്രസ്സ്. സോ അതൊരു ഫാക്ടറി അല്ലേ. സൺസ്ക്രീൻ യൂസ് ചെയ്താലേ നമ്മൾ ക്യാപ്പൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നതല്ലേ. അപ്പൊ സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിറ്റാമിൻ D ഡെഫിഷ്യൻസി വരത്തില്ല. അത് വിറ്റാമിൻ D ഡെഫിഷ്യൻസിക്ക് മറ്റുള്ള റീസൺസ് കാരണമായിരിക്കും നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുന്നത്. മാത്രമല്ല വിറ്റാമിൻ ഡെഫിഷ്യൻസി കിട്ടേണ്ട സമയം അല്ലെങ്കിൽ നമുക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈം നമ്മൾ കുഞ്ഞിലെ തന്നെ പഠിച്ചിട്ടുണ്ട്. 9 മണിക്ക് മുന്നേ രാവിലത്തെ വെയിലും കായാൻ പറയും, വൈകിട്ടത്തെ വെയിലും കായാൻ പറയും. ഉച്ചക്കലത്തെ വെയിൽ കായാൻ പണ്ട് മുതലേ പറയാറില്ല. ഞാനും പറയുന്ന അത്രേ ഉള്ളൂ. രാവിലെ ഒരു 9-10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ സൺസ്ക്രീൻ അല്ലെങ്കിൽ 4 മണി വരെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനേ ഞാനും പറയുന്നുള്ളൂ. അപ്പൊ സൺസ്ക്രീൻ ഇട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റാമിൻ D ഡെഫിഷ്യൻസി വരാൻ പോകുന്നില്ല. പിന്നെ ഈ SPF-ന്റെ കാര്യം, SPF ഞാൻ നേരത്തെ പറയുന്നത് സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആണ്. ഇത് ബേസിക്കലി നമ്മൾ 30 to 50 ഇടയിൽ മതി നമുക്ക് അതിന്റെ ആവശ്യം. 30 ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് സമയം അകത്ത് ചെലവഴിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെയാണ്, ലൈക്ക് അകത്ത് ചെലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് SPF 30 PA4+, അതേ നമ്മളെ UVA-യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം, അതായത് ടാനിങ് ഇല്ലാവാതിരിക്കാനുള്ള PA 4 എണ്ണം വേണം. ഇപ്പോൾ ഉള്ള ഒരുവിധം ഇപ്പൊ ബേസിക്കലി വീണ്ടും PA വരുന്നത്. പണ്ട് നമ്മൾ ഇടുന്ന പല സൺസ്ക്രീനും PA എന്താന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ SPF 30-ക്കും PA4+-നും ഇടയിലുള്ളത് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് എക്സ്പോഷർ വരുന്നുണ്ടെങ്കിൽ റീ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾ ഒരുപാട് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് SPF 50 ആണ് നല്ലത്. മാത്രമല്ല റീ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മണിക്കൂറിൽ കൂടുതൽ ടൈം നിങ്ങൾ പുറത്ത് ചെലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റീ അപ്ലിക്കേഷൻ വേണം. അതല്ല നിങ്ങൾ വലിയ വിൻഡോസിന്റെ അടുത്തൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കിവിടെ വിൻഡോ ഉണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് വയ്ക്കുക, വിൻഡോയുടെ അടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് 2 hours എബോ നിങ്ങൾക്ക് സൺ അപ്ലിക്കേഷൻ വേണം. അതല്ല നിങ്ങൾ അധികം വെട്ടൊന്നും വരുന്നില്ല, രാവിലെയാണ് പക്ഷെ അധികം സൺ എക്സ്പോഷർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ അപ്ലിക്കേഷന്റെ ആവശ്യമില്ല. പക്ഷെ
ഫേസിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ബോഡി സൺസ്ക്രീനും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 100 SPF ഉള്ള സൺസ്ക്രീൻ വേണം? വേണ്ട. 30ക്ക് 50ക്ക് ഇടയിലുള്ളത് മാത്രം മതി. പക്ഷെ പി എപ്പോഴും 4+ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് വേണം എപ്പോഴും സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് നിങ്ങൾ ഓയിലി ആണെങ്കിൽ ജെൽ ടൈപ്പ്, മാറ്റ് ടൈപ്പ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിൻകാർ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഓയിൽ സ്കിൻകാരെടുത്തും കോമ്പിനേഷൻ സ്കിൻകാരെടുത്തും നോർമൽ സ്കിൻകാരെടുത്തും പറയും, നിങ്ങൾ എക്സ്ട്രീംലി തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ, നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ലൈറ്റ് ജെൽ ടൈപ്പ് വേണമെന്നും പറയുന്നില്ല, ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എന്തുകൊണ്ട് പറയണേന്ന് വെച്ചാൽ, നമ്മുടെ സൺസ്ക്രീൻ ഒരുപാട് തിക്കുള്ള കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത്രയും ഒരു ഓയിൽ വരും. അത് കാരണം നമ്മുടെ ഒരു സ്കിന്നിന് അങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സ്കിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അത് കാരണം നമ്മൾ വിയർക്കാൻ, എക്സോതെർമിക് റിയാക്ഷൻ, നമ്മൾ ചൂട് പുറത്തോട്ട് ഇടാൻ തുടങ്ങും, നമ്മൾ വിയർക്കാൻ തുടങ്ങും. ഈ സൺസ്ക്രീനും അതിന്റെ കൂടെ ഒലിച്ചു പോകും. ഇട്ടതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ടാനിങ് വരും. ടാനിങ് വരുമ്പോൾ നിങ്ങൾ സൺസ്ക്രീനെ കുറ്റം പറയുകയും ചെയ്യും. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഐക്കാർഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഈസിയിൽ സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതിനൊക്കെ പറ്റി, സൺസ്ക്രീനെ പറ്റി ലോങ് വീഡിയോ കുറെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് ആക്കി തന്നെ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അപ്പൊ അത് പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ, ഞാൻ PA പറഞ്ഞെങ്കിൽ ഇത് കൂടെ പറയാന്ന് വിചാരിച്ചാണ്, നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ ഡാർക്ക് ആക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫിൽറ്റേഴ്സ് ഒന്നുകിൽ ഫിസിക്കൽ ഫിൽറ്റർ അല്ലെങ്കിൽ കെമിക്കൽ ഫിൽറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ ഏത് ഫിൽറ്റർ ആണ്, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്, ആവോ, ബെൻസിൻ, ഇങ്ങനെ കുറെ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഫിൽറ്റേഴ്സ് അതിനകത്തുണ്ടെങ്കിൽ ആ ഫിൽറ്റർ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഡാർക്ക് ആവുന്നത്. രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ഇട്ടിട്ട് നിങ്ങൾ വിയർത്ത് ഒഴിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റീ അപ്ലിക്കേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ആവും. കാരണം സൺസ്ക്രീൻ പോയല്ലോ, പ്രൊട്ടക്ഷനുള്ള സാധനം പോയി, പക്ഷെ എപ്പോഴും സൺ എക്സ്പോഷർ കൊടുക്കുന്നുണ്ടല്ലോ, അത് കാരണം. മൂന്നെന്ന് വെച്ചാൽ, നിങ്ങൾ സൺസ്ക്രീനകത്ത് വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓക്സിഡൈസ്ഡ് ആയിട്ട് നമുക്ക് ടാനിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല നിങ്ങൾ ഒരു കെമിക്കൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂട് കാരണം നിങ്ങൾ വിയർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീനകത്തോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡാർക്ക് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരുന്നതെന്ന്. ഇനി ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. രണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പം കണ്ട സാധനം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഡാർക്ക്നെസ് വരും. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് നല്ല വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോസ് ക്ലോഗ് ആയിട്ട് നമുക്ക് ഒരു നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ HA BHA എന്നൊക്കെ എഴുതിയ ഫേസ് വാഷുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രൈ സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ BHA എന്ന് എഴുതിയ ഫേസ് വാഷുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊക്കെ ആക്റ്റീവ്സ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കിന്നിലോട്ട് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി 2 നേരം യൂസ് ചെയ്യാതെ ഫസ്റ്റ് നൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഗ്രാജുവലി എപ്പോഴും സ്കിൻ കെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇങ്ങനെ സെറംസും ഫേസ് വാഷുകളും നിങ്ങൾ മാക്സിമം ഇങ്ങനെ യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ലത്. അപ്പം എന്ന് വെച്ചാൽ, ഇപ്പം മോർണിംഗ് നിങ്ങൾ ജസ്റ്റ് വെള്ളം തട്ടിയാൽ മതി മുഖത്ത്, വൈകിട്ട് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ജിമ്മിൽ കയറിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഹെവി വർക്ക്ഔട്ട് ചെയ്യത്തില്ല, അപ്പൊ പതുക്കെയല്ലേ ചെയ്യുന്നത്. സ്കിൻ കെയറും സ്ലോലി സ്റ്റാർട്ട് ചെയ്താൽ മതി. രണ്ട്, നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള വാങ്ങിക്കുക. വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിൽ നല്ല ഫോമിങ് ഫേസ് വാഷ് ഒക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് അത് കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ മാറിക്കിട്ടും പെട്ടെന്ന്. നമ്മുടെ പോസ് ഒന്നും ക്ലോഗ് ആയിട്ടിരിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ റാൻഡം ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ആവത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്യേണ്ട. ഒന്നാമത്തേന്ന് വെച്ചാൽ, നിങ്ങൾ റെറ്റിനോൾ മോർണിംഗിൽ യൂസ് ചെയ്യും, ഹൈൽഡ്രോണിക് ആസിഡ് വാങ്ങിച്ചിട്ട് ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യും, വിറ്റാമിൻ സി വാങ്ങിയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇടാതെ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം വാങ്ങിയിട്ട് ഡെയിലി യൂസ് ചെയ്യും. ഇങ്ങനത്തെയൊക്കെ ചില പൊട്ടത്തരങ്ങൾ നമ്മൾ കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേയും അല്ലെങ്കിൽ എന്ത് ആക്റ്റീവ്സ് വാങ്ങിക്കുന്നതിന് മുന്നേയും അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തൂല, നമ്മുടെ സ്കിന്നും പോവും, നമ്മുടെ പൈസയും പോവും. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കിൻ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുമാണ്. ഇപ്പം എന്ന് വെച്ചാൽ റെറ്റിനോൾ നമുക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. വിറ്റാമിൻ സി സിറം ഡെയിലി രാവിലെ വൈകിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല റെറ്റിനോളും വിറ്റാമിൻ സിയും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. പിന്നെ അടുത്ത കാറ്റഗറിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, സാലിസിലിക് ആസിഡ് പോലുള്ള സിറംസ് വരും. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. വീക്കിലി വൺസോ ടോയ്സോ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നയാസിനമൈഡ്, കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ട്രാനക്സാമിക് ആസിഡ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കാണും. ഹൈൽഡ്രോണിക് ആസിഡ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കാണിക്കും. ഇതൊക്കെ നമുക്ക് എന്തിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് ആണ്. പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്കിൻ ഡാമ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യണം. നയാസിനമൈഡ് സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നയാസിനമൈഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ സ്കിന്നിനേക്കാളും ഡാമ്പ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് എങ്ങനെ റിസൾട്ട് തരുന്നു അതുപോലെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിൽ നയാസിനമൈഡ് തരുന്നത്. അത് മാത്രമല്ല കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. എന്നാലും നമുക്ക് മോർണിംഗ് ആണോ വൈകിട്ടാണോ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി സേഫ് ആണോ ഇതൊക്കെ എന്നുള്ളത് നോക്കണം. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സി സിറം ആണെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടൊരു നല്ല ഐഡിയ കിട്ടിയിട്ട് മാത്രമേ നമ്മുടെ സ്കിൻ കെയർ എപ്പോഴും സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഗൈഡൻസ് ഒരുപാട് നമുക്കിപ്പോൾ ഉണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട്, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതല്ലാണ്ട് നമ്മൾ റാൻഡം ആയിട്ട് കുറെ പ്രൊഡക്ട്സ് കണ്ടിട്ട് പിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് തന്നെ ഒരു സാധനങ്ങൾ മൊത്തം കൂടെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് ആ സാധനങ്ങൾ ഒന്നുപോലും വേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ മോയ്സ്ചറൈസർ മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാം കൂടെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ വേഴ്സ് ആവും. അങ്ങനത്തെ ചെയ്യാതെ നമ്മൾ ബേസിക്കലി നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും സ്കിൻ കൺസേൺ മനസ്സിലാക്കിയിട്ട് ഗ്രാജുവലി മാത്രമേ സ്കിൻ കെയറിലോട്ട് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആസ് ലോങ് ആസ് ഇതൊരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അല്ലാന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഫസ്റ്റ് ഒക്കെ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് മാത്രമൊക്കെ യൂസ് ചെയ്ത് സ്കിന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പകുതി പ്രശ്നങ്ങളും മാറും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 Q&A ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത ജനറൽ ടോപ്പിക്കായിട്ട് തേഴ്സ്ഡേയും സൺഡേസും വരും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.